സാറ് പറഞ്ഞു പുനർജനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പുനർജനിക്കുമ്പോ ഞാൻ പുനർജനിക്കുമ്പോ കണ്ണുകൾ ഇല്ലാതെയായിരിക്കും ജനിക്കുന്നത്. കണ്ണുകളില്ലാതായിരിക്കും, കണ്ണുകളെ കാണില്ല. അതായത് അല്ല, ചിരിക്കാനൊന്നുമില്ല ഇതില്. നിങ്ങളിപ്പോ കൂട്ടായിട്ട് ചിരിക്കാനൊന്നുമില്ല. ഇത് എന്റെ അനുഭവം. നേരത്തെ ഇങ്ങനെ താലൂക്കിൽ ഒരാളിന് കയ്യിൽ 6 വിരലുണ്ടായിരുന്നു. 6 വിരലുണ്ടായിരുന്നപ്പോ അത് അഭംഗി എന്ന് പറഞ്ഞു ഒരു വിരലിനെ മുറിച്ചു മാറ്റി. സെക്കൻഡ് ഡെലിവറിയിൽ 4 വിരലേ ഉള്ളൂ. അതെങ്കിലും ഒരാൾ ക്രിയേറ്റ് ചെയ്യും ഒരു വിരല്. അതല്ല, കണ്ണു പോയാൽ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ണുകൾ വരുന്നത് സിലോണിൽ നിന്നാണ്. സിലോണിൽ ഒരു പ്ലെയിൻ വന്നാൽ 2 കണ്ണ് നിർബന്ധമായിട്ടുണ്ടാകും. കാരണം ബുദ്ധമതക്കാരുടെ മരണാനന്തര ചടങ്ങിലെ ഒന്നാമത്തത് കണ്ണുകൾ കൊടുക്കുക എന്നതാണ്. അവർ ആത്മാവിൽ വിശ്വസിക്കുന്നവരാണ്. സാറിന്റെ ഈ ആശയം ജനങ്ങളിൽ എത്തിയാൽ നമ്മുടെ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് കണ്ണ് കിട്ടാത്തൊരവസ്ഥ വരും. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഈ 3 പേരും കൂടി എങ്ങനെ പ്രതികരിക്കും? അതായത് ഡോക്ടർ ജോർജ് മാത്യു, റീനയുടെ ചോദ്യം, ഞാൻ മരിച്ചാൽ ഞാൻ പുനർജനിക്കുമോ, പുനർജനിച്ചാൽ എനിക്ക് കണ്ണുണ്ടാകുമെന്നാണ്. അപ്പൊ ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് ഞാൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സിദ്ധാന്തം അനുസരിച്ച് ഞാൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റമല്ല. ഓരോ നിമിഷത്തിലും ഞാൻ മരിക്കുകയും പുനർജനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ വൈബ്രേഷൻസിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പോസിബിലിറ്റി ആയിട്ട് ഞാൻ പറയുകയാണ്. അതായത് ഒരാളുടെ മനസ്സെന്ന് പറയുന്നത് ഒരുപാട് വൈബ്രേഷൻസിന്റെ ഒരു കോൺഫ്ലുവൻസ് ആണെങ്കിൽ ഒരുപക്ഷെ അയാളുടെ ശാരീരിക നാശത്തിന് ശേഷം ആ വൈബ്രേഷണൽ യോജിക്കുന്നുണ്ടോ? ഞാൻ പുനർജനിക്കുകയാണെങ്കിൽ കണ്ണുകൾ ഉണ്ടായിരിക്കില്ല എന്ന് രാജശേഖർ സാറ് പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായ അസംഷനോട് തന്നെ ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനെ യോജിക്കുന്നില്ല. ബാക്കി 2 പേരുടെ അഭിപ്രായം കൂടി കേട്ടാൽ. അല്ല, സാറ് പറഞ്ഞ മാസം ആ ചോദ്യത്തോടെ യോജിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങളുടെ രൂപത്തിലാണോ എന്ന് അറിയില്ലല്ലോ. എന്റെ രൂപത്തിൽ നിന്നല്ല ഞാൻ ചോദിച്ചത്. കണ്ണുകൾ കാണുന്നില്ല. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കണ്ണായാലും കൈയായാലും കാലായാലും ശരി, ഇവിടെ നിൽക്കുന്ന സമയത്ത് നഷ്ടപ്പെടുമ്പോഴത്തേക്കും ആത്മാവിന് ആ ഭാവവ്യത്യാസം ഉണ്ടോ നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഡോക്ടർ കൃഷ്ണൻ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഇതാണ്. നേരത്തെ ഇത് ജന്മത്തിൽ കണ്ണില്ലാതെയാണോ ജനിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു കണ്ണില്ലാതെയായിരിക്കും ജനിക്കാൻ സാധ്യതയെന്ന് പറഞ്ഞു. അത് ശരിയായൊരു വീക്ഷണമാണ്. അല്ല, ഞാൻ ആ ആശയത്തോട് പൂർണ്ണമായും വിയോജിക്കുകയാണ്. അങ്ങനെ ഒരു സാധ്യത ഈവൻ നമ്മുടെ പൗരാണിക ശാസ്ത്രം നോക്കിയാലും അതിനകത്ത് കാണുന്നില്ല, ശാസ്ത്രീയമായിട്ടും കാണുന്നില്ല. എന്ന് മാത്രമല്ല, ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആകാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇതിൽ വിശ്വസിക്കുകയാണെങ്കിൽ കണ്ണുകൂടാത്ത ഒരാൾക്ക് കാണാൻ കഴിയുന്ന ഒരു സാധ്യത കൂടെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടും ഇതുവരെ അതിന് രേഖാപരമായി